നല്ല റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആഘോഷം ഇറങ്ങുന്നു. മൂന്ന് തരത്തിലുള്ള കഥാപാത്രങ്ങൾ 3 തരത്തിൽ ആളുകൾ ആഘോഷിക്കുന്നു. എങ്ങനെയാണ് ആഘോഷ കഥാപാത്രങ്ങൾ കുറച്ചുകൂടെ ഒരു പഴയൊരു കാലത്തിലേക്ക് ഇവിടുത്തെ അടിച്ചുപിടിക്കാൻ അവസരം കിട്ടി? ഞാൻ ശരിക്കും സാഹസം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴാണ് ഇതിന്റെ കഥ കേൾക്കുന്നത്. അപ്പൊ അന്ന് ആദ്യം കേട്ട കഥ ഇതായിരുന്നില്ല. അപ്പോ പിന്നീട് നമ്മൾ വേറൊരു പ്രോജക്റ്റ് വർക്ക് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഇരുന്നത്. പിന്നീട് ഒരു മാസത്തിന് ശേഷം ഈ സബ്ജക്റ്റിലേക്ക് എത്തി. അപ്പോ ഞാനും ഇങ്ങനത്തെ ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരു പടം ചെയ്തിട്ട് കുറെ നാളായി. അപ്പോൾ ഐ ഫെൽറ്റ് ദാറ്റ് ഒരു ഫൺ ഫിലിമിന്റെ ഭാഗമാവണം. പിന്നെ ഇതിന്റെ ഒരു മെയിൻ കാര്യം നമ്മൾ പറയില്ലേ, ചില ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നു, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കഥ ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവമായിരുന്നു സ്ക്രിപ്റ്റിംഗ് കേൾക്കുമ്പോൾ തോന്നിയത്. നമ്മൾ ചിലപ്പോൾ കാണുന്ന ഈ വിഷ്വൽസും ഈ ഫൺ എലിമെന്റ് മാത്രമല്ലാണ്ട് there is a story inside. അത് ആ കഥയുമായിട്ടാണ് സൂരജ് വരുന്നത്, ഈ ക്യാരക്ടർ ക്യാമ്പസിലേക്ക് വരുന്നത്. അത് പതുക്കെ പതുക്കെ റിവീൽ ചെയ്ത് വരുന്ന ഒരു സിനിമയാണ്. അങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജും ഈ പടത്തിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. സോ പറയാൻ പറ്റില്ല, നമ്മൾ ഈ ഇത്രയും വലിയ സിനിമകളുടെ ഇടയിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചെറിയ സിനിമ വന്നിട്ട് അതങ്ങ് ക്ലിക്ക് ആവാനുള്ള ഒരു പോസിബിലിറ്റി തന്നെ നമ്മൾ കാണുന്നു. അതിനെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ടത് പ്രസന്റ് മീഡിയ നിന്നാണ്. അത് രണ്ട് രീതിയിൽ നോക്കുമ്പോൾ ഈ പടത്തിൽ പ്രത്യേകിച്ച് ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ലിസി ചേച്ചിനെ മീറ്റ് ചെയ്തപ്പോൾ ലിസി ചേച്ചി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രോജക്റ്റ് നന്നായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ CM ഗ്ലോബൽ മൂവീസ് വീണ്ടും എത്രയോ പടങ്ങൾ ചെയ്യും. എനിക്കെപ്പോഴും ഞാൻ അങ്ങനെ സിനിമയെ കാണുന്ന ഒരു ആളാണ്. എന്ന് വെച്ചാൽ വേറെ ഏതെയോ ഒരു പ്രൊഫഷൻ ചെയ്ത ഒരു പ്രൊഡ്യൂസർ വന്ന് ഒരു പടത്തിന്റെ പടം കാശിറക്കി പോകുന്നു, അയാൾക്ക് പ്ലസോ മൈനസോ മൈനസ് ആയ പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല. പക്ഷെ ചേച്ചി അങ്ങനെയല്ല. ചേച്ചി വീണ്ടും സിനിമകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്ന ഒരു പ്രൊഡ്യൂസറാണ്. അമലിന്റെയും ചേച്ചിയുടെയും ഇത് 2ാമത്തെ റിലീസാണ്. അമൽ 1-2 വേറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പല കാൽക്കുലേഷൻസ് വെച്ച് നോക്കിയപ്പോൾ ഐ തോട്ട് ദാറ്റ് ദിസ് ഷുഡ് വിൻ, ദിസ് ഷുഡ് ബി മൈ ഫിലിം, ഐ ഷുഡ് ബി പാർട്ട് ഓഫ് ഇറ്റ് എന്ന് എനിക്ക് തോന്നി. ആൻഡ് ഈ ഒരു ഇങ്ങനത്തെ പല ചിന്തകളിലൂടെയാണ് ഞാൻ അങ്ങനെ പല ചിന്തകളിലൂടെയാണ് ഞാൻ ഇത് കമ്മിറ്റ് ചെയ്തു. പിന്നെ വന്നതിന് ശേഷം ഐ ലവ് നമ്മളെപ്പോഴും ചില സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു അധികം പടങ്ങൾ അധികം ചെയ്യാത്ത ഒരാളാണ്, മനഃപൂർവ്വമല്ല. പക്ഷെ ചെയ്യുന്നത് കുറച്ച്